ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തലശ്ശേരി അതിരൂപത കുടുംബ കൂട്ടായ്മ ഓഫീസിൽ നിന്നും ഏവർക്കും സ്നേഹാന്വേഷണങ്ങൾ. ജൂലൈ മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നമുക്ക് വിശ്വാസം പകർന്നു തന്ന മാർ തോമാ ശ്ലീഹായുടെ മരണത്തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന മാസം. മാർ തോമാ ശ്ലീഹ പകർന്നേകിയ വിശ്വാസം ജീവിച്ചുകൊണ്ട് വിശുദ്ധിയുടെ വഴികളിലൂടെ സരിച്ച് ഭാരതത്തിനാകെ അഭിമാനമായി തീർന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന മാസം. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ എല്ലാ ഇടവകകളിലും ഏറ്റവും മനോഹരമായി നടത്തപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴക്കാലത്തിൻ്റെതായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും നമ്മുടെ കൂട്ടായ്മയും സ്നേഹവും ഐക്യവും പങ്കുവയ്ക്കലും വെളിപ്പെടുത്തുന്ന കുടുംബ കൂട്ടായ്മകൾ നിന്നു പോകാതിരിക്കാൻ, മുടക്കം വരുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ദുരിതം അനുഭവിക്കുന്ന ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക കരുതലുണ്ടാകുമല്ലോ. ഈ ജൂലൈ മാസം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ വയ്ക്കുന്നത് യുവജന ശുശ്രൂഷയിലേക്കാണ്. ജൂലൈ മാസത്തിലാണ് യുവജന ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളെ എപ്രകാരം നമുക്ക് സഭയോട് ചേർത്ത് നിർത്താൻ പറ്റും, വിശ്വാസത്തോട് ബന്ധിപ്പിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്കെങ്ങനെ സഹായിക്കാനായിട്ട് സാധിക്കും? നമ്മുടെ യുവജനങ്ങളാണ് നാളത്തെ സഭയുടെ ഭാവി, സമൂഹത്തിൻ്റെ ഭാവി എന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മാസം നമ്മോട് സംവദിക്കുന്നത് തലശ്ശേരി അതിരൂപത യുവജന ശുശ്രൂഷയുടെ ഡയറക്ടറായി നിയോഗമേറ്റെടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഖിൽ മുക്കുഴി അച്ഛനാണ്. നമുക്ക് അച്ഛനെ ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച് അച്ഛൻ ചർച്ചയ്ക്കായി നൽകുന്ന ചോദ്യങ്ങൾ നമ്മുടെ സവിശേഷ പരിഗണനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് എല്ലാ കൂട്ടായ്മകളിലും ഈ വിഷയം ചർച്ച ചെയ്ത് യുവജന ശുശ്രൂഷയെ ഏറ്റവും ക്രിയാത്മകമാക്കാനായിട്ട് ഉത്സാഹിക്കാം. സ്നേഹത്തോടെ യോപിച്ച്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജൂലൈ മാസത്തിലെ കുടുംബ കൂട്ടായ്മയുടെ ചർച്ചാ വിഷയമായി യുവജന ശുശ്രൂഷയെക്കുറിച്ചാണ്, യൂത്ത് മിനിസ്ട്രിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രായം, ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം, അതാണ് യുവത്വം. ആ യുവത്വത്തെ എപ്രകാരം നമ്മൾ രൂപപ്പെടുത്തണമെന്നുള്ളതിൻ്റെ ഒരു ചിന്താധാരയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. തലശ്ശേരി അതിരൂപതയിലെ ഇടവകകളിൽ യുവജന ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന വേദിയാണ് KCYM SMYM എന്ന യുവജന സംഘടന. ഒത്തിരിയേറെ നല്ല യുവജന നേതൃത്വമുള്ള, നല്ല യുവപ്രവർത്തകരുള്ള, ഇടവകകളെ സജീവമാക്കുന്ന, ഫൊറോനകളെ ഉണർവുള്ളതാക്കുന്ന, രൂപതയെ പൊതു മുഖ്യധാര ഇടങ്ങളിൽ വലിയ സാക്ഷ്യമായി വർദ്ധിക്കുന്ന നല്ല ഒരു സംവിധാനം. അതുകൊണ്ട് ഈ ചർച്ചയിൽ KCYM SMYM എന്ന സംഘടനയുടെ ചുവടടികളോട് ചേർത്ത് വെച്ചാണ് യുവജന ശുശ്രൂഷയെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് 21-ാം നൂറ്റാണ്ടിലെ യുവത്വത്തെ നമ്മൾ അനുയാത്ര ചെയ്യേണ്ടത്, വിശ്വാസത്തിൽ അവരെ രൂപപ്പെടുത്തേണ്ടത്, സഭാത്മക ജീവിതത്തിൽ അവരെ പോഷിപ്പിക്കേണ്ടത്, അങ്ങനെ കുടുംബത്തിന് അഭിമാനമായി, നാടിന് നന്മയായി, സഭയ്ക്ക് കാവലായി എങ്ങനെയാണ് ഒരു യുവത്വത്തെ രൂപപ്പെടുത്തേണ്ടത്? പ്രിയമുള്ളവരെ, എൻ്റെ ബോധ്യങ്ങളും ചിന്തകളും ഈ കുടുംബ കൂട്ടായ്മയുടെ ചർച്ചയ്ക്കായി വിഷയീഭവിപ്പിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യുവജനങ്ങളെക്കുറിച്ച്, അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, അവരായിരിക്കുന്ന ഇടങ്ങളെ പറ്റി നമ്മൾ അസ്വസ്ഥപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് യുവജനങ്ങളെ നമ്മൾ ചേർത്തു പിടിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമതായി നമ്മുടെ മുൻപിലുള്ളത് യുവജനങ്ങളെ അവരായിരിക്കുന്ന ചുറ്റുപാടുകളിൽ, അവരായിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവാക്കളായിരിക്കുന്ന, യുവത്വത്തിലൂടെ കടന്നു പോകുന്ന മക്കളുള്ള മാതാപിതാക്കൾ എന്നെ കേൾക്കുമ്പോൾ അവർക്കറിയാം, ഇന്നത്തെ യുവത്വത്തെ നമ്മൾ അവരായിരിക്കുന്ന പരിസരങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. അവരുടെ ആകുലതകളെ, അവരുടെ ആശങ്കകളെ നമ്മൾ അഭിമുഖീകരിക്കണം. അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും നമ്മൾ അത് വളർത്തിയെടുക്കാൻ, പൂർത്തീകരിക്കാൻ കൂടെ നമ്മൾ നിൽക്കണം. അതുകൊണ്ട് തന്നെയും ഒരു പരിശീലന പ്രക്രിയ ഈ യുവജന പ്രേക്ഷിതത്വത്തിൽ അനിവാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 12ാം ക്ലാസ്
നമ്മുടെ മതബോധന പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുമ്പോൾ പിന്നീട് നമ്മുടെ ഒരു 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യുവജനങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുവത്വത്തിന് പരിശീലനത്തിൻ്റെ മൂല്യത്തിൻ്റെ നല്ല വേരുകൾ അടിത്തറകൾ പകരുന്ന ഒരു പ്രസ്ഥാനമാണ് KCYM SMYM. ഇത് തലശ്ശേരി അതിരൂപതയുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ യുവജന പ്രേക്ഷിതത്വത്തിൽ 3 ഘടകങ്ങൾ നിർബന്ധമായി നമ്മൾ ചേർക്കണം. 1 ഫോർമേഷൻ, 2 ആക്ഷൻ, 3 സെലിബ്രേഷൻ. ഇത് യുവത്വം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് അവരെ ഒരു വിശ്വാസ പരിശീലന പ്രക്രിയയിൽ ഓരോ വൈദികരും, ഓരോ കുടുംബത്തിലെ മാതാപിതാക്കളും, ഇടവകയിലെ കൈക്കാരന്മാരും, ഇതര സംഘടനയിലെ പ്രവർത്തകരുമെല്ലാം ചേർത്ത് പിടിക്കണം. ചേർത്ത് നിൽപ്പ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം. എൻ്റെ അസ്തിത്വം എവിടെയാണ്, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തോടെ ആരംഭിക്കുന്ന കൗമാരവും യുവത്വവും ഞാൻ സഭയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പകർന്നു കൊടുക്കുന്നതിലൂടെ നീ ഞങ്ങളുടെ ഇടവകയ്ക്ക്, ഞങ്ങളുടെ കുടുംബത്തിന്, ഈ നാടിന് പ്രധാനപ്പെട്ടവനാണ്, പ്രധാനപ്പെട്ടവളാണ് എന്ന് പറഞ്ഞു നൽകുന്നതിലൂടെ നമുക്കൊരു പരിശീലന പ്രക്രിയ ആരംഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് യുവജന പരിശീലനം, യുവജന പ്രേക്ഷിതത്വം വളരെ പ്രധാനമായ കാലഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് യുവജനങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി പറ്റണം. ഈ പരിശ്രമങ്ങളോട് ചേർത്ത് വെച്ചാണ് തലശ്ശേരി അതിരൂപത കഴിഞ്ഞ 1.5 വർഷമായി യൂത്ത് സൺഡേ, സെക്കൻഡ് സൺഡേ എന്ന പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ 2ാം ഞായറാഴ്ചകളിലും പള്ളിയിൽ ഒന്നിച്ചു കൂടുകയും സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ അനുമതിയോടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ കൂടുകയും അതിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അതിരൂപത നമ്പറിലേക്കൊക്കെ നൽകപ്പെടാൻ പറയുന്ന നല്ല രീതികൾ നമ്മുടെ രൂപതയ്ക്കുണ്ട്. അങ്ങനെ ഒത്തിരി യൂണിറ്റുകൾ ഈ സെക്കൻഡ് സൺഡേ, യൂത്ത് സൺഡേ എന്ന പരിപാടി പൂർത്തീകരിക്കുകയും മനോഹരമായ യുവജന കൂട്ടായ്മകൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നത് സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫോർമേഷന്റെ വഴികൾ. കൃത്യമായ സമയങ്ങളിൽ ഫൊറോനകളിൽ ക്രമീകരിക്കപ്പെടുന്ന നൈറ്റ് വിജിലുകൾ, യുവജന കൂട്ടായ്മകൾ, പങ്കുവയ്പ്പുകൾ, ഇതെല്ലാം നമ്മുടെ യുവത്വത്തെ പരിശീലിപ്പിക്കുന്ന നല്ല മാർഗങ്ങളാണ്. എനിക്ക് മാതാപിതാക്കളോട് സ്നേഹബുദ്ധിയ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിതാണ്. നമ്മുടെ യുവജനങ്ങളെ യുവജന പ്രവർത്തനങ്ങൾക്കായി ഇടവകയോട് ചേർത്ത്, ബഹുമാനപ്പെട്ട വൈദികരോട് ചേർത്ത്, ഇടവക സംവിധാനത്തോട് ചേർത്ത് വളർത്തണം. അതിനുവേണ്ടി സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം പങ്കുവയ്ക്കാൻ നമ്മുടെ മക്കളെ ഒരു മടിയും കൂടാതെ നിങ്ങൾ പറഞ്ഞയക്കണം. ഇതാണ് യുവജന പരിശീലനത്തിലെ ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തേത്, ഇവർ ഒന്നിച്ചു കൂടുമ്പോൾ, ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ, ഒന്നിച്ച് പങ്കുവയ്ക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു ആക്ഷനാണ്. അവിടെയാണ് നല്ല നേതൃത്വങ്ങൾ രൂപപ്പെടുന്നത്, നല്ല പ്രവർത്തനങ്ങൾ ഇടവകയിൽ ഉണ്ടാകുന്നത്. ഉദാഹരണമായി ജൂൺ മാസം 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കിക്ക് ഔട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം ഒത്തിരി ഇടവകകളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ, കാര്യക്ഷമമായ കാര്യങ്ങൾ, 50 നോമ്പിൽ 50 ദിവസവും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി യൂണിറ്റുകളെ സ്നേഹത്തോടെ അനുസ്മരിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം അവരുടെ പരിശീലനത്തിന്റെ വഴികളിൽ രൂപപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങളാണ്, ആക്ഷനാണ്. മൂന്നാമതായിട്ട് യുവത്വം ആഘോഷത്തിന്റെ കാലഘട്ടമാണ്, ആനന്ദത്തിന്റെ കാലഘട്ടമാണ്, സന്തോഷങ്ങളെ പുൽകാൻ അവർ ആഗ്രഹിക്കുന്നതാണ്. സെലിബ്രേഷനുള്ള നല്ല അവസരങ്ങൾ നമ്മൾ ഒരുക്കിയെടുക്കുക. ഇടവകകളിലും നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലും പരിസരങ്ങളിലുമെല്ലാം യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അഭിബന്ധ്യ പിതാവിന്റെ നിർദ്ദേശപ്രകാരം നമുക്കെല്ലാവർക്കും ഒരു ഇടവകയുടെ 10% സമ്പത്ത് മാറ്റിവെക്കപ്പെടുന്ന പ്രവണതയുണ്ടെങ്കിൽ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ ഇടവകയ്ക്ക് വേണ്ടി ചെയ്യുന്നവരാക്കി യുവജനങ്ങളെ മാറ്റാം. എങ്ങനെയാണ് സമ്പത്തിന്റെ ഉപയോഗമെന്ന് അവരെ പഠിപ്പിക്കുന്ന നല്ല രീതികൾ പ്രാവർത്തികമാക്കാൻ ഒരു ഇടവകയുടെ പരിസരങ്ങളോട് ഓരം ചേർന്ന് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുമ്പോൾ നമുക്ക് പരിശീലിപ്പിക്കാനാകും. അതുകൊണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളാണ്, ഇന്നിന്റെ പ്രതീക്ഷകളാണ്, നാളെയുടെ സഭയാണ്. പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ നിങ്ങൾ നാളെയല്ല, സഭയുടെ ഇന്നിന്റെ മുഖമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഞാനും നിങ്ങൾക്ക് മുമ്പിൽ പകരുകയാണ്. അതുകൊണ്ട് ഒരു ചേർത്ത് നിൽപ്പ് ഇവർക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് കുറെ കൂടി യുവജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന നല്ല പരിശ്രമങ്ങൾ നമ്മുടെ രൂപതയിൽ ഉണ്ടാകട്ടെ. രൂപതയിലും
ഫൊറോനയിലും യൂണിറ്റുകളിലും ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നല്ല മാതൃകകൾ നിങ്ങൾക്ക് മുൻപിൽ എടുത്തു കാണിക്കാനുണ്ട്. തീർച്ചയായിട്ടും യുവജന പ്രവർത്തനങ്ങളെ സ്നേഹത്തോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികര് ഇതിന് നൽകുന്ന വലിയ പിന്തുണയെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നമ്മുടെ അതിരൂപത ഭാഗ്യപ്പെട്ടതാണ്. കാരണം യുവജനങ്ങളെ അനുയാത്ര ചെയ്യുന്ന ഒട്ടനവധി പൗരോഹിത്യങ്ങൾ നമ്മുടെ ഇടവകകളിലുണ്ട് എന്നുള്ളതാണ്. ഇടവകകളിലെല്ലാം യുവജന പ്രസ്ഥാനം സജീവമായി നിൽക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ അവരെ ചേർത്ത് പിടിച്ച് പരിശീലിപ്പിച്ച് നല്ല പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പിന്തുണ നൽകി അങ്ങനെ വിശ്വാസത്തിന്റെ ഒരു ആഘോഷത്തിലേക്ക്, ജീവിതത്തിന്റെ ഒരു ആനന്ദത്തിലേക്ക് അവരെ നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ സെഷന്റെ അവസാനമായി നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് 3 പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. ഒന്നാമതായി, നമ്മുടെ ഇടവകകളിൽ എല്ലാ മാസങ്ങളിലും യുവജന കൂട്ടായ്മകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ യുവജന കൂട്ടായ്മകളിൽ 15 വയസ്സിന് തൊട്ട് 30 വയസ്സിനുള്ളിൽ ഉള്ളവർ പങ്കെടുക്കുന്നു എന്നും ചേർന്ന് നിൽക്കുന്നു എന്നും നമ്മൾ ഉറപ്പുവരുത്തണം. അതിനായി നമ്മുടെ യുവജനങ്ങളെ, മക്കളെ അതിനായിട്ട് പറഞ്ഞയക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അവരുടെ തെറ്റുകൾ നമ്മൾ വ്യക്തിപരമായി തിരുത്തി കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പൊതുരംഗത്ത് അവരെ നമ്മൾ ചർച്ചാ വിഷയങ്ങളാക്കുകയല്ല, അവരുടെ തെറ്റുകളെ, കുറവുകളെ ഒരു തന്മയീ ഭാവത്തോടെ, സ്നേഹവാത്സല്യത്തോടെ തിരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അവരുടെ ഇടങ്ങൾ നന്മയുടെ ഇടങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ എല്ലാവരുടെയും വലിയ ഉത്തരവാദിത്വവും കർത്തവ്യവുമാണ്. മൂന്നാമതായി, അവരുടെ പ്രവർത്തനങ്ങളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. അത് സമയം കൊടുത്താണെങ്കിലും സമ്പത്ത് കൊടുത്താണെങ്കിലും ആത്മാർത്ഥമായ സഹകരണത്തിലൂടെയൊക്കെയാണെങ്കിലും. അങ്ങനെയെങ്കിൽ നമ്മുടെ യുവത്വങ്ങൾ നന്മയിലേക്ക് വളരും. കേരളത്തെ പ്രണയിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ചുറ്റുപാടുകളിലെ നല്ല സാധ്യതകളെ കണ്ടെത്തുന്ന, കുടിയേറ്റത്തെ വിട്ട് ഈ കാലഘട്ടത്തിന്റെ പരിസരങ്ങളിൽ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനും ഇതിൻ്റെ പരിസരങ്ങളിലുള്ള സാധ്യതകളെ കണ്ണു തുറന്ന് കാണുവാനും നമുക്ക് ഇവരെ പ്രോത്സാഹിപ്പിക്കാം. വിദേശത്തല്ല, സ്വദേശത്ത് സ്ഥായീഭാവം ഉറപ്പിക്കുന്ന നല്ല നേതൃത്വങ്ങൾ, നല്ല യുവത്വങ്ങൾ നമ്മുടെ സഭയ്ക്ക് കെട്ടുറപ്പായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ചർച്ചയുടെ, യുവത്വത്തെ പിന്തുണയ്ക്കുന്ന നല്ല ഒരു നാളെ ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.